ബി.എസ്. യെദ്യൂരപ്പയെ കുരുക്കിലാക്കുന്നതാണ് കോടതിയുടെ നടപടി. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കേസ് അന്വേഷിക്കുന്ന CID സംഘം നോട്ടീസ് നൽകിയിട്ടും യെദ്യൂരപ്പ ഹാജരായിരുന്നില്ല. ഡൽഹിയിലായതിനാൽ അടുത്ത തിങ്കളാഴ്ച മാത്രമേ ഹാജരാവാനാകൂ എന്നാണ് യെദ്യൂരപ്പ നോട്ടീസിന് മറുപടി നൽകിയത്. ഇതോടെ വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി അന്വേഷണ സംഘം ബംഗളൂരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ സമീപിച്ചു. ഈ ആവശ്യം പരിഗണിച്ച കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. സഹായം തേടിയെത്തിയ സ്ത്രീയുടെ കൂടെയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുറിയിലേക്ക് വിളിച്ചു കയറ്റി മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. ഇരയുമായി യെദ്യൂരപ്പ സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ പരാതി നൽകിയ സ്ത്രീ രോഗബാധിതയായി മരിക്കുകയും ചെയ്തു. അതിനിടെ FIR റദ്ദാക്കണം, മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യെദ്യൂരപ്പ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. യെദ്യൂരപ്പയുടെ ഹർജി നാളെ കോടതി പരിഗണിക്കും. കേസ് കെട്ടിച്ചമച്ചതാണെന്നും BJPയുടെ പരാതിയിൽ രാഹുൽ ഗാന്ധിയെ കോടതിയിൽ കയറ്റിയതിന് പ്രതികാരം ചെയ്യുകയാണ് കോൺഗ്രസ് എന്നും BJP ആരോപിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.